സാധാരണ ഏത് തരത്തിലുള്ള ഒത്തുചേരലും നമ്മൾ എത്ര ജാഗ്രത പാലിച്ചാലും അതിനിടയിലേക്ക് നമ്മുടെ അനുവാദം ചോദിക്കാതെ ഒരു ഔപചാരികത ഇടിച്ചു കയറും. സത്യത്തിൽ ഒരു തുടക്കമെന്ന അർത്ഥത്തിൽ അത് പ്രസക്തമാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ തുടക്കത്തിന് വേണ്ടി രൂപപ്പെടുത്തപ്പെട്ട ഔപചാരികതകൾ നമ്മുടെ ഒടുക്കമായി മാറുന്നൊരു പശ്ചാത്തലമുണ്ട്. അതിനെ എങ്ങനെ മറികടക്കുമെന്നുള്ള വലിയ അന്വേഷണങ്ങളും ആലോചനകളും നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ എപ്പോഴാണോ ഒരു വ്യക്തി തൻ്റെ ജീവിതം സർഗാത്മകമായി ആവിഷ്കരിക്കാൻ ആരംഭിക്കുന്നത് അവിടെ വെച്ച് എപ്രകാരമാണ് ഇത്തരം ഔപചാരികതകളെ നമുക്ക് കുടഞ്ഞു കളയാൻ കഴിയുക എന്ന ആലോചന. അതുകൊണ്ട് പ്രകാശനം എന്ന ചടങ്ങിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടെ അത് വളരെ ലളിതമായിട്ടാണ് നിർവഹിക്കപ്പെട്ടത് എന്നുള്ളതിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ വളരെ ആഹ്ലാദമുണ്ട്. കാരണം സാധാരണഗതിയിൽ വലിയ മൽപ്പിടുത്തം നടത്തിയാണ് ഈ ഒരു പ്രവർത്തനം ചെയ്യാറ്. പലതരം ഗിൽറ്റ് പേപ്പറുകൾ ഒട്ടിച്ച് എവിടെ നോക്കിയാണിത് വലിച്ചു കീറേണ്ടത്. എന്നെ പലരും സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ കൂട്ടായിട്ടാണ് ഇത് വലിച്ചു കീറി, ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ പുസ്തകത്തിൻ്റെ കവറ് പെട്ടിട്ട് അതും കീറി പോകാറുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള ഒരു പരാക്രമവും ഇല്ലാതെ തന്നെ വളരെ ലളിതമായി ഈ പ്രകാശനം നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു അഭിമാനമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ പ്രകാശനങ്ങളുടെ ദൗത്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ആലോചനയാണ്. ഇവിടെ ഷിജു ഏലിയാസ് വളരെ കൃത്യം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് വളരെ ചുരുക്കി, ഇനി ചുരുക്കാൻ സാധ്യമല്ല, അത്രയും ചുരുക്കി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രകാശനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ എന്നുള്ള നിലക്ക് എനിക്ക് വേണമെങ്കിൽ ഒരു പ്രഭാഷണം നടത്താവുന്നതാണ്. ഞാൻ അങ്ങനെ നടത്തുകയും ചെയ്യുന്ന ഒരു കക്ഷി തന്നെയാണ്. പക്ഷേ എൻ്റെ പിറകിലുള്ള രണ്ട് മഹാപ്രതിഭകൾ, ഒന്ന് ഡോക്ടർ TS ശ്യാംകുമാറാണ്. ഞാൻ തന്നെ ഇരിക്കുന്നത് ഈ പ്രകാശനത്തിന് ഞാൻ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചെത്തിപ്പെട്ടത് തന്നെ ഞങ്ങൾ കോഴിക്കോട് വെച്ചൊരു പ്രഭാഷണത്തിലെ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് അദ്ദേഹം അവിടെ കുറച്ചേ പ്രസംഗിച്ചുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, KN ഞാൻ തിരുവനന്തപുരത്ത് വളരെ കൂടുതൽ സംസാരിച്ച് അത് പരിഹരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഡോക്ടർ PK പോക്കർ, കക്ഷിയെ പറ്റി ഞാനിപ്പോൾ എന്താ പറയുകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കക്ഷി ഒരു വാണിംഗ് തന്നിട്ടുണ്ട്, കണ്ട് അതും ഇതൊന്നും എന്നെപ്പറ്റി പറയരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഷിജു പറഞ്ഞ പോലെ ഇപ്പോൾ അംബേദ്കറെ കുറിച്ചും മാർക്സിനെ കുറിച്ചുമൊക്കെ നമ്മളൊക്കെ തന്നെ എല്ലാ ആളുകൾക്കും ഒരുപാട് പറയാനുണ്ടാവും. കാരണം നമ്മുടെ വായുവിൽ അലിഞ്ഞു ചേർന്ന, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മുടെ ദാഹം മാറ്റുന്ന, നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ വിശപ്പ് തീർക്കുന്ന, നമ്മുടെ ബന്ധങ്ങളിൽ നാനാപ്രകാരേണ നിലനിൽക്കുന്ന മഹാസാന്നിധ്യങ്ങൾ എന്ന നിലക്കാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു സാർവദേശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വിമോചനത്തിൻ്റെ രീതിശാസ്ത്രം എപ്രകാരമായിരിക്കണം എന്ന് സൂക്ഷ്മമായി അവതരിപ്പിക്കുകയാണ് മാർക്സ് ചെയ്തത്. മാർക്സിനെ തന്നെയും മാർക്സിസ്റ്റ് രീതിയിലാണ് വായിക്കേണ്ടത്, അല്ലാതെ ഒരു വ്യക്തി ഒരു മഹാപ്രതിഭ എന്ന അർത്ഥത്തിലല്ല. കാരണം മാർക്സിസം രൂപം കൊള്ളുന്നത് മാർക്സിൻ്റെ ഒരു പ്രതിഭയുടെ ഒരു വലിയ പൊട്ടിപ്പുറപ്പെടൽ എന്ന രീതിയിലല്ല. അതിൻ്റെ പിറകിലൊരു സാമൂഹ്യ സാഹചര്യമുണ്ട്, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്. അതുപോലെ അംബേദ്കറെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നേരത്തെ ഷിജു ഏലിയാസ് ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള, മാർക്സും അങ്ങനെ തന്നെയാണ്. അവിടെയൊക്കെ വ്യക്തിജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അത്രയേറെ പീഡനങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. സാമൂഹ്യ ജീവിതത്തെ പ്രകാശപൂർണമാക്കുന്ന ആശയങ്ങൾ അവതരിപ്പിച്ചതിൻ്റെ പേരിൽ അവർക്ക് ഇരുട്ടുമുറിയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്, ഇരുട്ടടി കിട്ടിയിട്ടുണ്ട്, എല്ലാവിധ പ്രതിസന്ധികളിലൂടെയാണ് അവർ കടന്നു വന്നത്. പക്ഷേ അവർ പതറിയില്ല. അതുകൊണ്ട് നമുക്കൊരുപാട് ഊർജം പകരുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു അംബേദ്കറെയും മാർക്സിനെയും മനസ്സിലാക്കുന്നതിൽ. ഞാൻ നേരത്തെ പറഞ്ഞു മാർക്സിനെ മാർക്സിസ്റ്റ് രീതിശാസ്ത്രത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ അംബേദ്കർ വികസിപ്പിച്ച ഒരു രീതിശാസ്ത്രമുണ്ട്. അത് ബ്രാഹ്മണിക് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചുള്ള തലനാഴികേറിയുള്ള ഒരു വലിയ അന്വേഷണമാണ്. അംബേദ്കർ ഒരു അന്വേഷകൻ മാത്രമായിരുന്നു, അദ്ദേഹം ഒരു പ്രക്ഷോഭകാരിയായിരുന്നു. ഇന്ത്യക്കാർക്ക് ഇനിയും അഭിമുഖീകരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ
അതിസാധാരണമായതുകൊണ്ട് ഒരു ഭീകരതയെ നമ്മൾ സ്വാഭാവികമെന്ന് കരുതിപ്പോരുന്ന ഒന്ന്, അതാണ് ജാതി മേൽക്കോയ്മ. നമ്മളിപ്പോൾ എന്തിനു വേണമെങ്കിലും ട്യൂഷൻ വേണം, പഠിക്കണം. എന്നാൽ ട്യൂഷൻ ഇല്ലാതെ പഠിക്കാതെ ഇന്ത്യക്കാർ നന്നായി പരിപാലിക്കുന്ന, ആവശ്യത്തിലേറെ വെള്ളം കൊടുത്തും ഭക്ഷണം കൊടുത്തും തീറ്റിപ്പോറ്റുന്ന ഒരു ഭീകര ജീവിയാണ് സത്യത്തിൽ ജാതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എനിക്ക് മതം ഉപേക്ഷിക്കാൻ പറ്റുമോ? ആവശ്യമുണ്ടെങ്കിൽ ഉപേക്ഷിക്കാവുന്നതാണ്. ആവശ്യമില്ലാത്തൊരു ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതില്ല. സ്വയംബോധ്യത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ സ്വയംബോധ്യത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനം വേണ്ട ആ തിരിച്ചറിവിൻ്റെ തീയിൽ നമ്മുടെ പരമ്പരാഗത വിശ്വാസങ്ങൾ ഒരുപക്ഷെ ഒരു പിടി ചാരമാകാം. നമ്മളത് സൂക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അതിനെ പരിവർത്തനത്തിൻ്റെ കാറ്റ് അടിച്ചു പറത്തി ഏതോ അഴുക്ക് ചാലിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ടാവാം. മതം മാറാൻ പറ്റും. മതത്തോട് ആളുകൾക്ക് മൽപ്പിടുത്താൻ നടത്തും. മതരഹിതർ എന്ന് പറയുന്നൊരു വിഭാഗം തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതേസമയം ജാതിരഹിതർ എന്നൊരു വിഭാഗത്തിന് ഇന്ത്യയിൽ ജനിക്കാൻ പറ്റില്ല. കാരണം കാലേക്കുറി പ്രസാദ് എന്നൊരു ബഹുജൻ കവി സൂചിപ്പിക്കുന്നുണ്ട്, ഞാൻ എന്നാണ് ജനിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എത്രയോ കാലമായി ഇവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ജാതി. എന്നാണ് ജനിച്ചതെന്നറിയില്ല, എത്രയോ കാലമായി ഇവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്രയോ കാലമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ, ഒന്ന് ജനിക്കാൻ പോലും അവസരം കിട്ടാത്തവരുടെ ജീവിതമാണ് അംബേദ്കർ അതിസൂക്ഷ്മമായി ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്, ജാതിബോധശീലങ്ങൾ മാറുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണും, ആരോഗ്യമാർന്നിടും. ജാതിബോധശീലങ്ങൾ മാറുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണും, ആരോഗ്യമാർന്നിടും. നരൻ്റെ ഗുണദോഷങ്ങൾ മഹത്വമൽപ്പത്തരങ്ങളും അവൻ്റെ ജാതി നോക്കാതെ കണ്ടിടും ജാതി പോയവർ. എത്ര ബുദ്ധി വളർന്നാലും എത്ര വിദ്യ പഠിപ്പിലും ജാതി പോകാതെ ആ സിദ്ധി കൈവന്നേടിൽ ഒരുത്തനും. ഇതൊരു PhD പ്രശ്നമല്ല, നിങ്ങളുടെ ബുദ്ധിയുടെ പ്രശ്നമല്ല, അറിവിൻ്റെ പ്രശ്നമല്ല. ജാതി പോകാതെ എത്ര ബുദ്ധി വളർന്നാലും എത്ര വിദ്യ പഠിപ്പിലും ആ സിദ്ധി നമുക്ക് കൈവരുകയില്ല എന്ന് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് അംബേദ്കർ ചിന്തയുടെ ഒരു സാരസംഗ്രഹമാണ്. യുക്തിവാദി മാസികയിൽ സഹോദരൻ അയ്യപ്പൻ എഴുതിയ പല പ്രബന്ധങ്ങളും, അതിൽ മദൻ മോഹൻ മാളവിയെ അദ്ദേഹം വിശദീകരിച്ചത് അത്ഭുതകരമായൊരു പ്രയോഗത്തോടു കൂടിയാണ്. അധോമുഖവാദിയായ മഹാൻ. മലയാളത്തിലെ അത്യപൂർവ പ്രയോഗങ്ങളിൽ ഒന്നാണ് അധോമുഖവാദിയായ മഹാൻ. മദൻ മോഹൻ മാളവിയ ഇന്ത്യ മുഴുക്ക നിറഞ്ഞു നിന്നൊരു കാലത്ത് കേരളത്തിൽ വരികയും, കോട്ടയത്താണെന്ന് തോന്നുന്നു, 1926-ലോ 28-ലോ ആണ്, അദ്ദേഹം സദസ്സിനോട് രാമനാമം ജപിക്കാൻ പറയുകയും രാമന് സിന്ദാബാദ് വിളിക്കാൻ പറയുകയും ചെയ്തപ്പോൾ സദസ്സ് ചോദിച്ച്, ഏത് രാമൻ? ശംഭൂകനെ കൊന്ന രാമനാണോ? കുത്ത് അങ്ങനെ ഒരുപാട് കുറ്റവിചാരണകൾ, ജനകീയ വിചാരണ. സത്യത്തിൽ മദൻ മോഹൻ മാളവിയ അങ്ങനെ വലിയ എന്താ പറയുക അസാധാരണമായ കാര്യം ചെയ്തതല്ല. ഒരു ഉത്തരേന്ത്യൻ ജാതി പതിവ് അദ്ദേഹം കേരളത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു. അതിനെ അന്നത്തെ സദസ്സ് ചോദ്യം ചെയ്തു. അതിനെ തുടർന്ന് സഹോദരൻ എഴുതിയ കുറിപ്പിലാണ് അധോമുഖവാദിയായ മഹാൻ എന്ന പ്രയോഗം. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ അഭിമാനമായ കുമാരനാശാനെ കുറിച്ചും സഹോദരൻ അയ്യപ്പൻ്റെ ഒരു പ്രയോഗമുണ്ട്. അത് ജാതിക്കെതിരെയുള്ള സമരം സാഹസികമായ ഒന്നായി മാറാൻ പാടില്ലെന്നും കിഴക്കൻ തൂക്കായ ഒരു സ്ഥലത്ത് നിന്ന് ചാടിയാൽ ഉണ്ടാകുന്ന അപകടം അതിനെ കാത്തിരിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സതുദ്ദേശപരമായി തന്നെ എഴുതിയതാണ്. അതിന് കുമാരനാശാനെ സഹോദരൻ അയ്യപ്പൻ വിളിച്ചത് ക്രമേണവാദികൾ എന്നാണ്. വളരെ സൂക്ഷ്മമായുള്ള പ്രയോഗങ്ങളാണ്. സത്യത്തിൽ ഇത്തരം സൂക്ഷ്മമായുള്ള പ്രയോഗങ്ങൾ സാധ്യമാകുന്നത് നമ്മുടെ ഇന്ത്യൻ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിലെങ്ങുമുള്ള മനുഷ്യരുടെ ജീവിതത്തിലെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അതിൻ്റെ വേര്, ഇംഗ്ലീഷിൽ നമ്മൾ പറയും റാഡിക്കൽ, അതായത് ഗോ ടു ദി റൂട്ട്, വേരിലേക്ക് പോവുക എന്നുള്ളത് അന്വേഷണത്തിൻ്റെ ഒന്നാം ഘട്ടമാണ്. ആവശ്യമില്ലെങ്കിൽ വേര് തന്നെ പിഴുതെറിയുക, റൂട്ട് ഔട്ട് ദ റൂട്ട്. അതാണ് റവല്യൂഷൻ. അങ്ങനെ റവല്യൂഷൻ്റെ, വിപ്ലവത്തിൻ്റെ ലോകത്തിലേക്കുള്ള അതിവിസ്തൃതമായ വാതിലുകൾ ആരോടും അനുവാദം ചോദിക്കാതെ വലിച്ചു തുറക്കല്ല, ചവിട്ടി തെറിപ്പിച്ച ലോകത്തിലെ രണ്ട് പ്രക്ഷോഭ പ്രതിഭകൾ, വിപ്ലവ പ്രതിഭകളാണ് മാർക്സും അംബേദ്കറും. അതുകൊണ്ട് ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ
സാധാരണ ഞാൻ പറഞ്ഞു പോരാറുള്ള കാര്യം, അത് പറച്ചിലിന് വേണ്ടി പറയുന്ന കാര്യമല്ല, ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യം, എൻ്റെ മേശപ്പുറത്ത് 2 പുസ്തകം വെക്കാൻ മാത്രമാണ് ഇടമുള്ളതെങ്കിൽ അതിലൊന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണെങ്കിൽ അനിവാര്യമായും അത് ഇന്ത്യക്കാർക്ക് വായിച്ചാൽ കൃത്യം മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ ഒപ്പം വെക്കേണ്ട ഒരേ ഒരു പുസ്തകം ബാബാ സാഹിബ് അംബേദ്കറിൻ്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകമാണ് എന്ന് മുമ്പും ബോധ്യമായിട്ടുണ്ട്, പലതവണ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇല്ലാതെ ഒരു ഇന്ത്യൻ മാർക്സിസ്റ്റിന് ഇന്ത്യൻ അവസ്ഥ കൃത്യം മനസ്സിലാവില്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മനസ്സിലാവണമെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർക്സിനെ കുറിച്ച് മലയാളത്തിൽ ആദ്യം എഴുതിയത് പലരും കരുതുന്നത് പോലെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള 1912 എഴുതിയ ആ ചെറിയ പുസ്തകമല്ല, മറിച്ച് പേരറിയുന്നവരും പേരറിയാത്തവരുമായ മലയാളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്ന അഭിമാനത്തോടെ പറയാവുന്ന അയ്യങ്കാളി മുതൽ അവരുടെ കണ്ണീര് കൊണ്ട് ചോര കൊണ്ട് മാർക്സിൻ്റെ ജ്വലിക്കുന്ന ജീവചരിത്രം അതിനു മുമ്പേ കേരളത്തിൽ എഴുതി കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഒക്കെ എഴുതിയ സാധാരണ ആർക്കും അലസമായി വായിച്ചു പോകാവുന്ന ഒരു ജീവചരിത്രം മാത്രമാണ്. അതിനു മുമ്പ് എഴുതപ്പെട്ട ജ്വലിക്കുന്ന ജീവചരിത്രങ്ങളെക്കുറിച്ച് നമ്മൾ മൗനം പാലിക്കുകയും 1912 അച്ചടിച്ച് വന്ന ഒരു പുസ്തകത്തെപ്പറ്റി മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിലും മൗലികമായുള്ള അപാകതകളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ തുടക്കത്തിൽ ഇത് പ്രഭാഷകരുടെ ഒരു കെണിയാണ്. സത്യത്തിൽ ഒരു പ്രഭാഷകൻ ഞാൻ പ്രഭാഷണം നിർത്താൻ പോവുകയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പറയാൻ പോവുകയെന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഞാനിവിടെ 2 പ്രധാന പ്രഭാഷകർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ അത് പൊളിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഞാൻ തന്നെ തടയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ പ്രകാശനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. പ്രകാശനം നമ്മൾ നടത്തി. നിങ്ങളും ഞാനും വിചാരിക്കുന്നത് ഞാൻ നടത്തിയെന്നാണ്, അല്ലെങ്കിൽ ഞാനും ശ്യാംകുമാറും നടത്തിയെന്നാണ്, അല്ലെങ്കിൽ ഞാനും ശ്യാംകുമാറും ഡോക്ടർ PK പോക്കറുടെയും ഈ സദസ്സിൻ്റെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചു എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇതിൻ്റെ പ്രകാശനം നടന്നിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഔപചാരികമായ പ്രകാശനം മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അനൗപചാരികമായ പ്രകാശനം നടക്കണം. അത് നടക്കണമെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, ഒരു പുസ്തകമൊന്നും ഞാൻ പറയില്ല, ഓരോരുത്തർക്കും എത്ര പുസ്തകം വാങ്ങാൻ ആഗ്രഹമുണ്ടോ അത്രയേറെ പുസ്തകങ്ങൾ വാങ്ങി, അപ്പോൾ ഒന്ന് നമുക്ക് വായിക്കാൻ, മറ്റേത് നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, സൗഹൃദത്തിന്, സ്നേഹത്തിന്, പ്രണയത്തിന് ഒക്കെ ഒരു പുരസ്കാരമായിട്ട് നൽകാൻ, പൂക്കൾക്കൊപ്പം ഒരു പുസ്തകം എന്ന ഒരു കാഴ്ചയിലേക്ക് ആളുകളൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയാലും ഈ പുസ്തകത്തിൻ്റെ അനൗപചാരിക പ്രകാശനം പൂർത്തിയാവില്ല. മൂന്നാമത് അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞത് അവരത് വായിക്കണം. അപ്പോൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു വെളിച്ചം അങ്ങനെ വരും, അത് പ്രകാശനത്തിൻ്റെ ഒരു അന്തരീക്ഷമായിട്ട് മാറും. അപ്പോഴും അത് പൂർത്തിയാവില്ല. 4ാം ഘട്ടമുണ്ട്. അത് വായിച്ചിട്ട് അതിൻ്റെ സാധ്യതകൾ, പരിമിതികൾ വിമർശനപരമായി ഒരു സംവാദമായി, സദസ്സൊന്നും ഇല്ലെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിൽ പതുക്കെ നടക്കണം. അപ്പം നമ്മൾ പ്രകാശനത്തോട് കുറച്ചുകൂടി അടുത്തു. പിന്നെ അതിൻ്റെ ഒരു 5ാം ഘട്ടമുണ്ട്. ഇവിടെ നേരത്തെ പാട്ടും പറച്ചിലും പറഞ്ഞതുപോലെ അത് നമ്മുടെ ജീവിതം തന്നെയായി മാറണം. നാം ചവിട്ടി നിൽക്കുന്ന മണ്ണായി, നമ്മുടെ തലക്കുമുകളിൽ ആകാശമായി, നമ്മുടെ തന്നെ ജീവിതമായി അത് മാറണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ്, പക്ഷേ ആ എളുപ്പമായ കാര്യം പോലും ഇപ്പോൾ നിർവഹിക്കപ്പെടാതെ പോവുകയാണല്ലോ എന്ന വേവലാതി നമ്മുടെ കഴുത്ത് പിടിച്ച് ഞെക്കുന്നുണ്ട്. എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും പ്രയാസപ്പെട്ടു പോലും നമ്മളിപ്പം പറയുന്നില്ല. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം പൂർണ്ണമാവണമെങ്കിൽ നമ്മളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവണം. ജനായത്ത ആശയങ്ങൾ നമ്മുടെ രക്തത്തിൻ്റെ രക്തമാകണം, അസ്ഥിയുടെ അസ്ഥിയാകണം, അത് നമ്മൾ തന്നെയാകണം. ആ അർത്ഥത്തിൽ ഈ പുസ്തകം നിങ്ങളിലും എന്നിലും പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഈ പുസ്തകത്തിൻ്റെ ശരിക്കുള്ള പ്രകാശനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. അത്തരം ഒരവസ്ഥ ഉണ്ടാക്കാൻ 1ാം ഘട്ടത്തിൽ ചെയ്യേണ്ടത് സ്വന്തം കാപ്പയിൽ നിന്ന് പണമെടുത്ത് പുസ്തകം വാങ്ങുക എന്നുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ ശക്തരായ ചിലർ അടുത്തിരിക്കുന്ന ദുർബലരായവരുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത്, ഒരു നല്ല കാര്യമാണല്ലോ അതിനുവേണ്ടിയല്ലേ ഞാൻ എടുത്തതെന്ന് ചോദിക്കും. അതില്ലാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള ഒരാക്രമണവും ഇല്ലാതെ തന്നെ ഓരോരുത്തരും ഈ പുസ്തകം വാങ്ങി. ഇതിപ്പോൾ ഞങ്ങൾ 2 പേരും കോഴിക്കോട്ട് നിന്ന് വരുന്നു, അതുകൊണ്ട് പരമാവധി ഈ പുസ്തകം വിൽക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടൊന്നുമല്ല. ഇതിവിടെ പറഞ്ഞു 1ാം പതിപ്പ് കഴിഞ്ഞിട്ട് വായനക്കാരുടെ ഭാഗത്തു നിന്ന് ഇതേക്കുറിച്ച് പല ആവശ്യങ്ങളും ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2ാം പതിപ്പ് ഇറക്കുകയാണ്. അല്ലാതെ
ഈ ആളുകൾ പുസ്തകം വാങ്ങാൻ വേണ്ടി ഒരു പ്രഭാഷണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സൗഹൃദത്തിൻ്റെ പേരിൽ 2 ബുക്ക് എടുക്കുക. അപ്പോൾ അവർ സ്നേഹത്തോട് പറയുന്ന 3 ബുക്ക് ഇതാ, അതല്ലേ സൗഹൃദം. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ഒരു വിതരണവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതാണ് കാര്യം. ഇനി ഞാൻ ഈ ഒരു സംവാദത്തിൽ ഈ സമകാലികമായ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഒരു സൂചന നൽകി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അത് നമ്മളിപ്പം നിൽക്കുന്നത് ഈ ഒരു വലിയ വിവാദമാണ് സത്യത്തിൽ, വന്ദേ മാതരം. അതേക്കുറിച്ച് ഞാൻ വളരെ വിശദമായി സംസാരിക്കാനുള്ള താല്പര്യമുണ്ട്, ഇവിടെ ഇരിക്കുന്നവർക്കും ഉണ്ടാവും. പക്ഷേ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം, ഈ പുസ്തകത്തിനും അത് ബാധകമാണ്. നമ്മളൊരു പുസ്തകം അല്ലെങ്കിൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു അവസ്ഥ അതിനെങ്ങനെ അടയാളപ്പെടുത്തണം, എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്ക് എന്തും ഏതും പലതരത്തിൽ അവതരിപ്പിക്കാൻ പറ്റും. ആ ഓരോ അവതരണവും പ്രസക്തമായിരിക്കും, തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ചില ചരിത്രഘട്ടങ്ങളിൽ ചില അവതരണങ്ങൾക്ക് മുൻഗണന നൽകേണ്ടത് അനിവാര്യമായി തീരും. അങ്ങനെ നോക്കുമ്പോൾ വന്ദേ മാതരത്തിൻ്റെ വിശദമായ ചരിത്രമൊക്കെ പറഞ്ഞ് വന്ദേ മാതരം എങ്ങനെ ദേശീയ ഗീതമായി, നാഷണൽ സോങ്, ജനഗണമന എങ്ങനെ നാഷണൽ ആന്തമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചരിത്രപരമായ അവതരണം അതിന് പ്രസക്തിയുണ്ട്. പക്ഷേ മുൻഗണന കൊടുക്കേണ്ടത് എന്തിനാണ്? മുൻഗണന കൊടുക്കേണ്ടത്, ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. 2002 ഗുജറാത്ത് വംശഹത്യയിൽ ഇഹ്സാൻ ജാഫ്രി എന്ന ഒരു മുൻ പാർലമെൻറ്റ് അംഗം അതിക്രൂരമായിട്ട് നഗ്നനായി അദ്ദേഹത്തെ ആളുന്ന തീക്കുണ്ടത്തിലേക്ക് വെട്ടി ഇടാൻ പോകുന്നതിൻ്റെ കൈയൊക്കെ വെട്ടിയിട്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത് വന്ദേ മാതരം ചൊല്ലാനാണ്. അതാണ് വന്ദേ മാതരത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യയിൽ നടന്ന എല്ലാ കലാപങ്ങളിലും വന്ദേ മാതരം ഒരു അസന്നിഹിത സാന്നിധ്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജയ് ശ്രീറാം, ഭാരത് മാതാ, വന്ദേ മാതരം എന്നുള്ളതൊക്കെ ഇന്ത്യൻ ജാതി മേൽക്കോയ്മയുള്ള കാഹളം വിളികളാണ്. അതിൻ്റെ യുദ്ധമാണത്. അതിൻ്റെ കേവല ചരിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവില്ല. വന്ദേ മാതരം ചൊല്ലിയതിൻ്റെ പേരിലും ചൊല്ലാത്തതിൻ്റെ പേരിലും കൊല്ലപ്പെട്ട മനുഷ്യർ, കലാപങ്ങളിൽ പറന്നുപോയ പ്രാണനുകൾ, കുത്തിയൊലിച്ച ചോരകൾ, ചിതറിപ്പോയ ബന്ധങ്ങൾ, ശിഥിലമായ സ്വപ്നങ്ങൾ, എത്ര ആഴത്തിൽ തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാത്ത അസ്ഥികൾ, ഇതിൻ്റെയൊക്കെ കണക്കെടുത്തിട്ട് വേണം ഇതേക്കുറിച്ചുള്ള. അതുകൊണ്ട് ഇന്ന് ജാതി മേൽക്കോയ്മയുടെ കൊലവിളിയുടെ പശ്ചാത്തലത്തിൽ നിസ്സഹായരായ ഒരു ജനത വന്ദേ മാതരം ചൊല്ലുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കേണ്ടി വരുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത് 1852 ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയതാണല്ലോ. നമ്മൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. സത്യത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ 1882 എന്നുള്ള കൊല്ലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുന്നത്. 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനി കഴിഞ്ഞിട്ട് വിക്ടോറിയ രാജ്ഞി നേരിട്ട് ഭരണം ഏറ്റെടുക്കുന്നത്. അതായത് ഈ കമ്പനി ഭരണത്തിൽ നിന്ന് രാജ്ഞിയുടെ ഭരണം, ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള മേൽക്കോയ്മ ഉണ്ടാകുന്നത്. ഈ നോവലിന് സത്യത്തിൽ 3 പശ്ചാത്തലം ഉണ്ടാകേണ്ടിയിരുന്നു. ഒന്ന്, ബംഗാൾ ക്ഷാമം, അത് നോവലിൻ്റെ പശ്ചാത്തലമാണ്. ആനന്ദമഠം എന്ന നോവൽ വായിക്കും പറയാം, ക്ഷാമം എല്ലാവരെയും കൊള്ളക്കാരാക്കും. ഇന്ന് കൊള്ളക്കാരല്ലാത്തവരാരാണുള്ളത്? സ്വർണവും വെള്ളിയൊക്കെ എന്തിനാണ്? ഒരു പിടി അരിയല്ല വേണ്ടത്. അത് ആ ക്ഷാമത്തിൻ്റെ മാതൃഭാഷയാണ്. അത് പല നോവലുകളിലും കടന്നു വന്നിട്ടുണ്ട്. വിഭൂതിഭൂഷൻ്റെ അശനി സഖ എന്നുള്ള നോവലിൽ 1 മണി അരിയില്ല എന്നുള്ളതാണ് അന്നത്തെ മാതൃഭാഷ. മറ്റ് പണമൊക്കെ ഉണ്ട്, പണം ഉണ്ടായിട്ട് കാര്യമില്ല, പണം പുഴുങ്ങി തിന്നാൻ പറ്റില്ല. അപ്പം ക്ഷാമം. 2, ഈ ക്ഷാമ കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാർ ജനങ്ങളുടെ ദുരിതം പരിഗണിക്കാതെ നികുതി വർദ്ധിപ്പിച്ചു. അതിനെതിരെയാണ് ബംഗാൾ കണ്ട, ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും ഗംഭീരമായ സമരം ഫക്കീർ സന്യാസി റബല്യൻ. ഫക്കീറുകളും സന്യാസികളും കൂടി ഒന്നിച്ച് നടത്തിയ സമരം. അതായത് മതസമുദായങ്ങളുടെ ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ സമരമായിരുന്നു. ആത്മീയത സാമ്രാജ്യത്വത്തിനെതിരെ ഒരു ആയുധമാകുന്നതിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ബങ്കിം ചന്ദ്രൻ ബംഗാൾ ക്ഷാമം അതിൽ അവതരിപ്പിച്ചു. എന്നാൽ ഫക്കീർ സന്യാസി ഐക്യ സമരത്തിൽ നിന്ന് ഫക്കീറുകളെ പൂർണ്ണമായിട്ട് അങ്ങ് വെട്ടിമാറ്റി. അതോടെ അംഗഭംഗപ്പെടുത്തപ്പെട്ടൊരു ചരിത്രമായി അത് മാറി. 3-മത്തേത്, ഇന്ത്യ കണ്ട ഏറ്റവും ഗംഭീരമായ അവികസിത സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കാവുന്ന 1857 സമരമാണ്. ആ സമരവും സാമുദായിക ഐക്യത്തിൻ്റെ ഗംഭീരമായ ഒന്നായിരുന്നു. ആ സമരം
ത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പറയാതിരുന്നു. ഇനി നാലാമത് ഇദ്ദേഹം ചെയ്തൊരു കാര്യം, ഈ സാമ്രാജ്യത്വ വിരുദ്ധ സമരം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ബംഗാളിൽ നിന്നുള്ള ആദ്യത്തെ ബ്രിട്ടീഷ് കാഡറിലെ ജില്ലാ മജിസ്ട്രേറ്റായിട്ട് വന്നു. പിന്നെ എംപയർ നൽകുന്ന ഏറ്റവും വലിയ ബിരുദം ഇദ്ദേഹത്തിന് ലഭിച്ചു. 1891 റിട്ടയർ ചെയ്യുന്നത്, 94 മരിക്കുന്നത്. മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ അവാർഡ് ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇനി ഈ നോവലിൻ്റെ ചുരുക്കം നോക്കിയാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത് ജാതി മേൽക്കോയ്മക്കുള്ള സിന്ദാബാദാണ്. രണ്ട്, അത് ബ്രിട്ടീഷുകാർക്കുള്ള സിന്ദാബാദാണ്. ഈ രണ്ട് സിന്ദാബാദും മുഴങ്ങുന്ന ആനന്ദമുടം എന്ന നോവലിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ പ്രകൃതി വർണ്ണനയൊക്കെ ഉണ്ട്. ആ പ്രകൃതി വർണ്ണനയെക്കുറിച്ചല്ല സത്യത്തിൽ തർക്കമുണ്ടായത്, ദുർഗാപൂജയെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണം ഞാൻ സൂചിപ്പിക്കുന്നില്ല. കാരണം ദുർഗയെ ഇന്ത്യയിലെ അടിസ്ഥാന ജനത ആദരിക്കുന്നില്ല. അവർ മഹിഷാസുരനെയാണ് ആദരിക്കുന്നത്. മഹിഷാസുര വധം, ദുർഗ നടത്തിയ മഹിഷാസുര വധം എന്ന് പറയുന്നത് തദ്ദേശീയരുടെ വംശഹത്യയായിട്ടാണ് ബ്രാഹ്മണിക് ആഖ്യാനങ്ങളെ അപനിർമ്മിക്കുന്ന ബഹുജന ചിന്ത കരുതുന്നത്. JNUവിൽ പോലും ഇന്ത്യൻ ഫാസിസം വലിയ കടന്നാക്രമണം നടത്തി. അന്ന് മാതൃഭൂമി പത്രം എഴുതിയ തലക്കെട്ട് JNU ഒരു ശത്രുരാജ്യമല്ല എന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ മഹിഷാസുരൻ മാർട്ടിയറുടെ രക്തസാക്ഷി ദിനം ആചരിച്ചു, ബീഫും തിന്നു, പോരെ പൂരം. ഏതെങ്കിലും ഒന്നാണെച്ചാൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് മഹിഷാസുരനെ ആരാധിക്കുകയും ചെയ്തു, ബീഫും തിന്നു. ഇവരാദ്യമായിട്ട് മഹിഷാസുരനെ ആരാധിക്കുകയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങളായി ഇവിടുത്തെ അടിസ്ഥാന ജനത മഹിഷാസുരനെ അവരുടെ സംരക്ഷകനായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബഹുസ്വരത ഇന്ത്യയിലുണ്ട്, ലോകത്തിലെല്ലാം ഉണ്ട്. ആ ബഹുസ്വരതയുടെ കഴുത്തിൽ കത്തി വെക്കുന്ന, പഴയ രീതിയിൽ, ഇന്നത്തെ രീതിയിൽ അതിൻ്റെ നെഞ്ചിലേക്ക് AK-47 തിരിച്ചു വെക്കുന്ന, AK-47 പഴയതായി, അത് കഴിഞ്ഞുള്ള, ഞാനിവിടെ ആയുധങ്ങളുടെ ഒരു പട്ടിക അതിൻ്റെ കാലക്രമത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി നിൽക്കല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ജനായത്വം, മതനിരപേക്ഷത, മാനവികത, സൗഹൃദം, നമ്മൾ ഈ പ്രഭാഷണമൊക്കെ തുടങ്ങുമ്പോൾ പറയുന്ന പ്രിയപ്പെട്ട, ബഹുമാനപ്പെട്ട, കുത്തുകുത്ത് സുഹൃത്തുക്കളെ എന്നൊക്കെ പറയുന്ന ഇതിനെ മുഴുവൻ കൊലവിളിക്കുകയാണ്. എന്നിട്ട് ഇതൊന്നും അറിയാതെ പ്രകാശന വേദിയിലും സമ്മേളനത്തിലും നമ്മൾ പതിവ് പോലെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി പറയുന്നതിന് അതൊക്കെ ചരിത്രപരമായി നിലനിൽക്കെ നമ്മുടെ ചരിത്ര ബോധത്തിൽ നിന്ന് അതിനെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളാണ്. ഞാനിത് അവസാനിപ്പിക്കുന്നത് ഒരു ചെറിയ 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ പറഞ്ഞുകൊണ്ടാണ്. അത് വലിയ ചിന്തയുടെ ഒരു ഭാഗമാണ്. ഞാൻ കൃത്യം ആളുടെ പേരിനൊന്നും വലിയ പ്രസക്തിയില്ല കേട്ടോ. ഏതോ ഒരു സുബ്രഹ്മണ്യൻ എഴുതിയൊരു പോസ്റ്റാണ്. അയാൾ സത്യസന്ധമായിട്ട് എഴുതിയാണ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: എൻ്റെ വീട്ടിൽ ആൾറെഡി ഒരു പട്ടിയുണ്ട്, അതിൻ്റെ പേര് ടിപ്പു എന്നാണ്. എൻ്റെ വീട്ടിൽ ആൾറെഡി ഒരു പട്ടിയുണ്ട്, അതിൻ്റെ പേര് ടിപ്പു എന്നാണ്. ഞാനൊരു പുതിയ പട്ടിയെ കൂടി വാങ്ങാൻ പോവുകയാണ്. ആ പട്ടിക്ക് അപകർഷതാബോധം ഉണ്ടാവാതെയും ടിപ്പുവിനോട് കിടപിടിക്കുകയും ചെയ്യുന്ന ഒരു പേര് ആർക്കെങ്കിലും നിർദ്ദേശിക്കാമോ? ഇതിലൊരു ചരിത്രമുണ്ട്. 1799 ടിപ്പു കൊല്ലപ്പെടുന്നത്. ടിപ്പു കൊല്ലപ്പെട്ട ദിവസം ബ്രിട്ടീഷ് മേജർ പ്രഖ്യാപിച്ചു, ഇന്ത്യ നമ്മുടെ കൈകളിലായി. ടിപ്പു മൈസൂരിലൊരു രാജാവാണ്, പക്ഷെ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയാൻ പറഞ്ഞ വാക്ക് ഇന്ത്യ നമ്മുടെ കീഴിലായി. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ജേക്കോബിൻ ക്ലബ്ബ് സ്ഥാപിച്ച ഒരു സ്ഥലമാണ് ശ്രീരംഗപട്ടണം. അവർ ടിപ്പുവിനെ വിളിച്ചത് ദ കിങ് എന്നല്ല, ദ സിറ്റിസൺ എന്നാണ്. അങ്ങനെ ലോകത്ത് പൗരനായ ഒരൊറ്റ രാജാവേ ഉണ്ടായിട്ടുള്ളൂ, അത് ടിപ്പു സുൽത്താനാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം കൂടി പറയാം. അദ്ദേഹം ശ്രീരംഗപട്ടണത്തിൽ തൻ്റെ കൊട്ടാരത്തിൻ്റെ വളപ്പിൽ ഒരു ചെടി നട്ടു. ആ ചെടിയുടെ പേര് സ്വാതന്ത്ര്യത്തിൻ്റെ ചെടി എന്നാണ്. അത് 1789 ഫ്രഞ്ച് വിപ്ലവത്തോടുള്ള ആദരവാണ്. ഇതൊക്കെ ഒന്നും അവശേഷിക്കാതെ തകർക്കപ്പെട്ടു. അപ്പോൾ ടിപ്പു സുൽത്താൻ ഒരു പട്ടിയുടെ പേരായിട്ട് വരുന്നതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ പോസ്റ്റിൽ ചരിത്രമുണ്ട്. ഇനി കോഴിക്കോട്ടുകാരനായ ഒരു അഷ്റഫ് ഇതിനോട് കമൻ്റ് ചെയ്തു. ആ കമൻ്റ് എങ്ങനെയാണ്: അത് പറയാമല്ലോ, അതായത് പുതിയ പട്ടിക്ക് ഒരു പേര് നിർദ്ദേശിക്കാമല്ലോ, അത് വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, പട്ടികൾക്ക് പേരിടേണ്ടത് അവരുടെ സ്വഭാവ ഗുണം പരിഗണിച്ചാണ്. അങ്ങനെയാണെങ്കിൽ വിദേശികളെ, അപരിചിതരെ ഓടിക്കുന്ന
പട്ടിക്ക് ടിപ്പു എന്ന് തന്നെയാണ് പേരിടേണ്ടത്. എന്നാൽ വിദേശികളുടെ സാമ്രാജ്യത്വത്തിൻ്റെ കാല് നക്കുന്ന പട്ടിക്ക് സവർക്കർ എന്നും യജമാനെ തന്നെ കൊല്ലുന്ന പട്ടിക്ക് ഗോഡ്സെ എന്നും പേരിടാവുന്നതാണ്. ആദ്യത്തിൽ ചരിത്രമുണ്ട്, രണ്ടാമത്തേതിൽ ജ്വലിക്കുന്ന ചരിത്രബോധമുണ്ട്. ഈ ചരിത്രബോധത്തെയാണ് സാർവദേശീയ പശ്ചാത്തലത്തിൽ മാർക്സും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കോമ്രേഡ് അംബേദ്കറും ഉയർത്തിപ്പിടിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു പുസ്തകമാണ്, എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ പറയുകയല്ല, ഡോക്ടർ PK പോക്കറുടെ മാർക്സിനെയും അംബേദ്കറെയും കുറിച്ചുള്ള പുസ്തകം. ഇദ്ദേഹത്തെക്കുറിച്ചൊരു വാക്ക് അദ്ദേഹം എന്നോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അങ്ങനത്തെ കാര്യം ഇവിടെ പറയരുതെന്ന്. പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞങ്ങൾ ഒന്നിച്ച് ഒരു റൂമിൽ താമസിക്കുമ്പോൾ ഞാനൊരു 9:30 എനിക്ക് കിടന്നുറങ്ങണം. അപ്പോൾ ഇദ്ദേഹം ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ നോക്കുമ്പോൾ 2 പ്രാവശ്യം ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ 3 മണിക്കൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ വായിക്കുകയും എഴുതുകയൊക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇദ്ദേഹം കിടക്കും. ഇദ്ദേഹം രാവിലെ കുറച്ച് വൈകിട്ടാണ് എഴുന്നേൽക്കുക. കാരണം 4 മണിക്ക് കിടന്ന ഒരാൾക്ക് 6 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഞാൻ 9:30 കിടക്കുന്നതുകൊണ്ട് ഞാനൊരു 5 മണിക്ക് എഴുന്നേൽക്കും. 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ചായ കുടിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒറ്റയ്ക്ക് പോയാൽ കുടിച്ചാൽ പോയി. അത് പറ്റില്ല, എനിക്ക് എൻ്റെ കൂടെ ഒരാൾ വേണം. അപ്പം ഞാൻ ഇയാളുടെ മേലെ വെള്ളം ഒഴിച്ചിട്ടുമൊക്കെ ഇയാളെ ഉണർത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുക. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വാതിലടയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഷിജു പറഞ്ഞത് 100% ശരിയാണ്. ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ സോഴ്സ്, അതൊരു ഗവേഷണ രീതി കൂടിയാണ്. ആ രീതി പിന്തുടരുന്ന ഒരു ഗടാഗടിയനാണ് പോക്കർ സാഹിബ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.